ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്ന് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയാലോ. തേങ്ങ ചമ്മന്തിപ്പൊടി, ചോറിൻ്റെ കൂടെ കഴിക്കുന്ന തേങ്ങ കൊണ്ടുണ്ടാക്കുന്ന ചമ്മന്തിപ്പൊടി. വലിയൊരു ഉരുളി എടുത്ത് ചൂടാകാൻ വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഏകദേശം 1/2 കിലോ ചമ്മന്തിപ്പൊടി കിട്ടും നമുക്ക്. അപ്പോൾ ഇനി അത് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഞാൻ സൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ കാണത്തില്ലേ? അതല്ലേ ഏറ്റവും നല്ലത്. കാര്യം ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന സുഖമില്ലല്ലോ. ഇതിലേക്ക് ആവശ്യമുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കുനുകുനാന്ന് അരിഞ്ഞ് ചേർക്കുക. ബാക്കിയെല്ലാം നിങ്ങൾ സശ്രദ്ധം വീക്ഷിക്കുക. ഇടയ്ക്ക് ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞോളാം. നമ്മളുടെ ചേരുവകളൊക്കെ ചേർക്കുന്നത് ഞാൻ ടൈപ്പ് ചെയ്ത് ഇട്ടോളാം. മഴ പ്രത്യേക വീടത്താണ് അത് ശരിക്കുകയാണ്. ഇപ്പോൾ ഒരു മിനിറ്റ് വെട്ടം വരാൻ കാര്യം അപ്പോൾ ഏകദേശം നമ്മുടെ തേങ്ങ കണ്ടോ ഈ നിറത്തിൽ വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ആവാനുണ്ട്. ആ സമയത്ത് നമുക്ക് അടുത്തൊരു പൊടി, ഇതൊരു അടുപ്പത്തിരുന്നോട്ടെ, അടുത്തൊരടുപ്പത്ത് ഒരു ചീണിച്ചിട്ട് വെച്ച് കുറച്ച് പരിപ്പ് നമുക്ക് വറുത്തെടുക്കണം. കുറച്ച് പരിപ്പും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പുളിയും ഉപ്പും കായവും ഇതെല്ലാം കൂടി നമുക്ക് വറുത്തെടുത്ത് പൊടിച്ച ശേഷം നമുക്ക് ആ വറുത്തുകൊണ്ടിരിക്കണ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോഴേക്കും ആ തേങ്ങ കറക്റ്റ് മൂപ്പാവുകയും ചെയ്യും, നമുക്ക് ചതച്ചെടുക്കുകയും ചെയ്യാം. കണ്ടോ? അപ്പോൾ പരിപ്പിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ആവശ്യമുള്ള പുളി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഉപ്പും കായവും കൂടി ചേർത്ത്, അപ്പോൾ നമ്മൾ ഈ പൊടി നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. പരിപ്പിനൂടെ പൊടിക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. എന്നിട്ട് വറുത്തുകൊണ്ടിരിക്കുന്ന തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടി മിക്സ് ആകത്തില്ലേ? അതിന് ശേഷം നമുക്ക് മിക്സിയിൽ ബാക്കടിച്ച് നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ ഉപ്പായി ഇനി നമുക്ക് കായം കൂടി ഇടാം. എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. കുരുമ്പ്
നമ്മൾ വറുത്ത പരിപ്പും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ആ വറുത്ത തേങ്ങയ്ക്കകത്തു നിന്നുള്ള മുളകും പെറുക്കിയെടുത്തിട്ടുണ്ട്. അതിലെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് പൊടിച്ച ശേഷം നമുക്ക് ഈ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാണ് ആ പൊടിച്ച പൊടി, കണ്ടോ? ഇത് തേങ്ങയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ശേഷം നമുക്ക് മിക്സിയിൽ എല്ലാം കൂടി ചതച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ ഇടിച്ച് കൂട്ടി റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് യോജിപ്പിച്ചാൽ മാത്രം മതി. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. ചോറിനുള്ള ചമ്മന്തിപ്പൊടി നല്ല ഉപ്പും പുളിയും എരിവും ഒക്കെ ഉള്ള ഒരു ചമ്മന്തിപ്പൊടി. അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നല്ലൊരു വീഡിയോ വേണ്ടി നമുക്ക് നാളെ വേണ്ടിക്കണം. ഹാവ് എ നൈസ് ഡേ. ബൈ. താങ്ക് യു.